ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അച്ചിങ്ങ മെഴുക്കുവരട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. ഇതും ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടി തന്നെയാണ്. അച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പയർ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അച്ചിങ്ങ എന്നാണ് പറയുക, പല സ്ഥലത്തും പയർ എന്ന് പറയുന്ന നമ്മുടെ വള്ളിപ്പയർ എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ അച്ചിങ്ങ. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസമൊക്കെ കമൻറ്റ് വന്നിരുന്നു അച്ചിങ്ങ കൊണ്ട് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ചില ജില്ലകളിൽ അച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ചെറുതുണ്ടല്ലോ, വെള്ളയ്ക്ക എന്നാണ് ഇവിടെ പറയുന്നത്. ആ വെള്ളയ്ക്കൊക്കെയാണ് അച്ചിങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി അച്ചിങ്ങയും അതുപോലെ തന്നെ ചക്കക്കുരുവും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റാണ്, അച്ചിങ്ങ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. രണ്ടും ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ അച്ചിങ്ങയ്ക്ക് വേറെ ഏതെങ്കിലും പേരൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ അച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അച്ചിങ്ങ അല്ലെങ്കിൽ പയർ, ഞാൻ രണ്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 350 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതുപോലെ 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. ഒരു ചക്കക്കുരുവിനെ 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇനിയും തിന്നായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ തിന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോകും നമ്മൾ ഇളക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്, സവോളയല്ല. ഉള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയാണ് ഈ ഒരു മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഉള്ളി ചേർത്താലേ ടേസ്റ്റ് കൂടുള്ളൂ. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മധുരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചക്കക്കുരുവാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. കുക്കറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വയ്ക്കാം. ഒരു വിസിൽ വരുന്നത് വരെ ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ചട്ടിയിൽ വേവിച്ചെടുക്കാം. ചട്ടിയിൽ വേവിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു ഹാഫ് കുക്കാകുമ്പോൾ ഈ അച്ചിങ്ങയും കൂടി ചേർത്ത് വേവിക്കുക. അച്ചിങ്ങ ഒരിക്കലും കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് കുക്കായിപ്പോവും. അപ്പോൾ നമ്മുടെ അച്ചിങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചക്കക്കുരു കുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോഴും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചക്കക്കുരുവിൻ്റെ മുകളിൽ ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. ചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ, കുക്കറിലാണെങ്കിൽ ചക്കക്കുരുവിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ച് ഹാഫ് കുക്കാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹാഫ് കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അല്ലെങ്കിൽ പയർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചക്കക്കുരുവിനും പയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ അച്ചിങ്ങയും കൂടെ ഒന്ന് കുക്കായി വരുന്ന അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, 2 ഓപ്ഷൻ ഉള്ളത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അച്ചിങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. ചക്കക്കുരുവിൻ്റെ ആ ഒരു ബ്രൗൺ സ്കിന്നും യെല്ലോ കളറും അതുപോലെ തന്നെ അച്ചിങ്ങയുടെ ഗ്രീൻ കളറും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി അച്ചിങ്ങ വന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം നമ്മുടെ നാടൻ റെസിപ്പീസ് ചെയ്യുമ്പോൾ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ചക്കക്കുരു ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല മെഴുക്കുവരട്ടിയിൽ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവാള ആണെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉള്ളിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാക്സിമം ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചെറിയൊരളവിൽ ഉപ്പ് ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കി വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ മുളക് പൊടിയോ മുളകോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ, ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങി. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളകാണെങ്കിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മതി. ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാതെയാണ് നിങ്ങൾ കഷ്ണങ്ങൾ വേവിക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചിങ്ങയിലേക്കും ചക്കക്കുരുവിലേക്കും നമുക്ക് ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെമ്മീൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെമ്മീൻ ചേർക്കാതെ കാണിച്ചു തന്നത്. അപ്പോൾ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെമ്മീൻ ചേർത്തിട്ട് ഒരു 100 ഗ്രാം ചെമ്മീനൊക്കെ ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കൂട്ടി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൻ്റെയും അച്ചിങ്ങയുടെയും ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ ഉള്ളിയിൽ ചേർത്ത് ഉപ്പ് കുറച്ചുകൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണല്ലേ ചേർത്തുള്ളൂ, ഉള്ളിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ചക്കക്കുരുവും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തോടുകൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് പിടിച്ചു വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ചിങ്ങയും ചക്കക്കുരുവും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഉള്ളിയൊന്നും കാണുന്നേ ഇല്ല, ഉള്ളിയൊക്കെ മിക്സ് ആയി തുടങ്ങി. ആ മൊരിഞ്ഞ ഉള്ളിയും എല്ലാം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൊരിഞ്ഞ ഉള്ളി എന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഉള്ളപ്പോഴല്ലാതെ മെഴുക്കുവരട്ടി ആക്കി എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ഇതാണെങ്കിലും ചൂടോടെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടൊന്ന് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം കേട്ടോ. എല്ലാ കറികളും ഞാൻ പറയാറുണ്ട് ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചക്കക്കുരുവൊക്കെ ഉടഞ്ഞു തുടങ്ങുന്നുണ്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകുന്നുണ്ട്. അത്രയും കുക്കായിട്ടുണ്ട് ചക്കക്കുരു. നല്ല ചക്കക്കുരു ആണെങ്കിൽ വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഒന്നുകൂടി ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ കഴിച്ചിട്ട് ഇഷ്ടമായതൊന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.